പിന്നെ ഗുരു പറയുന്നു, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക്. ഇപ്പം നമ്മളുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് പലതരത്തിലുള്ള വ്യവഹാരങ്ങളിലേക്ക് പോകുന്നു, പല കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നു. ഒന്നൊന്നായി എണ്ണുകയാണ് നമ്മൾ ചെയ്ത് അവസാനം വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിച്ച് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വസ്ത്രമൊക്കെ മാറി നമ്മളൊരു കസേരയിൽ വെറുതെ നീണ്ടു നിവർന്ന് ഇരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സ്വാസ്ഥ്യമുണ്ട്. അപ്പോൾ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ എൻ്റെ ദൃക്ക് നിൽക്കും, അവിടെ ശാന്തമായി സ്വസ്ഥമായി നമ്മൾ ഒഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും പറയാറുള്ളൊരു വാക്കുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഒഴിഞ്ഞിരിക്കാൻ. അപ്പോൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ, എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ, എല്ലാറ്റിലൂടെയും സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മൾ അവസാനം എന്നെത്തുന്ന ഒരു ഒഴിഞ്ഞ അവസ്ഥയുണ്ട്. നമ്മൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് അവസാനം ഇനിയൊന്നും ചെയ്യാനില്ലാതെ ആവുന്നൊരവസ്ഥയിൽ നമ്മൾ ഇരുന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ ഞാൻ എന്നും എൻ്റേത് എന്നും പറയുന്ന ഒരു ലോകത്ത് ഞാൻ വ്യവഹരിച്ച് എണ്ണി അവസാനം മടുത്ത് അല്ലെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ച് ഇനി നീ മാത്രമാണ് എല്ലാം പറയുന്ന ഒരറിവിൽ അമർന്ന് അതുമാത്രമായി തീരുന്നൊരവസ്ഥയിലേക്ക് എനിക്കെത്തണം. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു അറിവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുൾ എന്ന് ഗുരു പറയും. നമ്മൾ ഓരോന്നോരോന്നിലും നമ്മൾ പോയി തൊട്ട് നോക്കുന്നത് സത്യത്തിൽ ഈ ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൻ്റെ ലക്ഷണം ഏതെങ്കിലും ഒന്നിൽ നിന്ന് നമുക്ക് തൃപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷണം നിർത്തും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വളരെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മൾ എവിടേക്കെങ്കിലും വിളിച്ചാൽ നമ്മൾ പറയില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നോട്ടെ, ഞാൻ ഈ സമാധാനത്തിൽ അസ്പന്ദമായി ഇരുന്നോട്ടെ എന്നാണ്. ഇനിയും ഇവിടെ നിന്നൊരു സ്പന്ദനത്തിലേക്ക് കടന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു പോവുക നമ്മളൊരു പ്രശാന്തിയിലേക്ക് എത്തുമ്പോഴാണ്. ആ പ്രശാന്തിയിലേക്ക് നമ്മൾ എത്തിച്ചത് പലതും ചെയ്തിട്ടാണ്. നമ്മളിതിൻ്റെ ഇങ്ങനെ ഒരു അനുഭവ ലോകത്ത് നിന്നിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു അറിവ് നമുക്കുണ്ടാവുക. അപ്പോൾ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക്. എൻ്റെ ദൃശ്യങ്ങളിലേക്ക് എൻ്റെ ബോധത്തെ സദാ കൊണ്ടുപോയിരുന്നത് എന്താണോ അത് ദൃക്കിൽ തന്നെ അടങ്ങി അവിടെ ശാന്തമായിട്ടിരിക്കും. ഇത് എൻ്റെ വ്യവഹാര ജീവിതത്തിൽ സാധാരണ നടക്കുന്നതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അവസാനം അതൊക്കെ അവസാനിക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ശാന്തമായി വന്നിരിക്കുന്നത് പോലെ പല അറിവുകളിലൂടെ ദൃശ്യങ്ങളിലേക്ക് അറിവ് തേടി അലഞ്ഞ ഞാൻ അവസാനം എല്ലാ ദൃശ്യങ്ങളിലും ഇരിക്കുന്നത് ഒരേ പൊരുൾ തന്നെയാണെന്ന് അറിഞ്ഞ് ശാന്തമായി തീരുന്ന ഒരവസ്ഥയിൽ അമർന്നു പോകുന്നത് പോലെ എനിക്ക് നിന്നിൽ എന്നേക്കുമായി വിലയിക്കണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ശ്ലോകമാണ്. സാധാരണ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അർത്ഥന നടത്തുകയാണ് ചെയ്യുക. പക്ഷെ നാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ പോലെയുള്ള ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥന ഒരിക്കലും അർത്ഥനകളല്ല. തൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടിയിട്ടുള്ള അർത്ഥനകളായിട്ടല്ല അവർ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അന്നവും വസ്ത്രവും മുട്ടാതെ തന്ന് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്ന അങ്ങാണ് ഞങ്ങളുടെ തമ്പുരാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് പ്രാർത്ഥനയിലെ ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഉള്ളതിൽ നന്ദിയോടെ ഇരിക്കുക എന്ന് പറയുന്നതാണ്. നമുക്ക് ലഭിച്ചതിനെ കാണുക, നമ്മളിപ്പോൾ ആയിരിക്കുന്നതിൽ കൃതജ്ഞതയുള്ളവരായിരിക്കുക. ആ കൃതജ്ഞത അറിയാതെ പുറത്തേക്ക് വരുന്നതാണ് ഏറ്റവും ഉദാത്തമായ പ്രാർത്ഥന. അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് സമ്മാനിച്ചവരാണ് ഇങ്ങനെയുള്ള ഗുരുക്കന്മാർ. അപ്പോൾ സാധാരണ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഉള്ളതിനെ കാണാതെ ഇല്ലാത്തതിനെ തരണേ എന്നുള്ള അർത്ഥനയായിട്ടാണ്. പക്ഷേ അറിവ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ ഈ ലോകത്ത് എത്രയോ മനുഷ്യർ പട്ടിണി എടുക്കുന്നുണ്ട്, വസ്ത്രമില്ലാതിരിക്കുന്നുണ്ട്, പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്.
ഇങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങളും ശോകങ്ങൾക്കും അടിപ്പെട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യർ നമ്മൾക്ക് ചുറ്റും ജീവിക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അന്നവും വസ്ത്രവും ഒക്കെ കിട്ടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കാൻ നമുക്ക് അംഗവൈകല്യങ്ങളില്ല, നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏറെക്കുറെ ആരോഗ്യമുണ്ട്, ഇങ്ങനെ അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, ഉടാൻ 1-2 വസ്ത്രമെങ്കിലും ഉണ്ട്, കിടക്കാനൊരു ഇടമുണ്ട്. ഇങ്ങനെ എപ്പോഴാണ് ഒരാൾ തനിക്ക് ലഭിച്ചിരിക്കുന്നതിനെ പ്രതി നന്ദിയുള്ളവരാകുന്നത്, അവരാണ് യഥാർത്ഥ പ്രാർത്ഥന നടത്തുന്നവർ. അത് അറിഞ്ഞ് അതിനോട് കൃതജ്ഞതയോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നാരായണഗുരു പിണ്ടനന്ദി എന്ന് പറഞ്ഞിട്ടൊരു കൃതി എഴുതിയിട്ടുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ മാംസപിണ്ഡമായിട്ടിരിക്കുന്ന കാലത്തെ സ്മരിച്ചിട്ട് എഴുതിയതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു മാംസപിണ്ഡത്തിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പം അതിലൊരു ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം, എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല, അതിനു നീ അരുളീടു ശംഭോ. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്നിലൊരു അന്ധത്വം ബാധിച്ചിരിക്കുന്നു. ആ അന്ധത്വം എനിക്കില്ലാതാവണമെങ്കിൽ എനിക്ക് അറിവുണ്ടാവണം. ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ മാംസപിണ്ഡമായിരിക്കുന്ന കാലത്ത് ഇന്ന് ഞാൻ നിലനിൽക്കുന്നതിന് കാരണമായിരിക്കുന്നതെന്ന് അഹങ്കരിച്ചിരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും പറയും, എനിക്ക് ആരില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ബന്ധുക്കളുണ്ട്, ഞാൻ ബന്ധുബലത്തിലാണ് ജീവിക്കുന്നത് എന്നതാണ് നമ്മുടെ ഒരു അഹങ്കാരം. മറ്റൊരു അഹങ്കാരം, എനിക്ക് ബലമുണ്ട്, ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എനിക്കൊറ്റയ്ക്ക് നിൽക്കാൻ കഴിയും, എനിക്കതിനുള്ള ശക്തിയുണ്ട്, എനിക്കതിനുള്ള ത്രാണിയുണ്ടെന്ന് പറയും. ഇത് രണ്ടുമില്ലാത്തവർ പറയും എനിക്ക് ധനമുണ്ടെന്ന് പറയും. ഇങ്ങനെ ബന്ധുബലത്തിലും ധനബലത്തിലും അവൻ്റെ ശക്തിബലത്തിലുമൊക്കെ അഹങ്കരിച്ച് ജീവിക്കുന്ന മനുഷ്യനോട് ഗുരു ചോദിക്കുന്നു, നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ മാംസപിണ്ഡമായിരുന്ന കാലത്ത് നിന്നെ ആരാണ് പോറ്റിയത്? ആരാണ് നിനക്ക് അന്നം തന്നത്? ആരാണ് നിനക്ക് വസ്ത്രം തന്നത്? അതിലേക്ക് നീ ഒന്ന് വെറുതെ തിരിഞ്ഞു നോക്കൂ. അപ്പോൾ നിനക്ക് മനസ്സിലാകും, ഏതോ ഒരു കാരുണ്യം, ഏതോ ഒരു ദയ, ഏതോ ഒരു നന്മ യുടെ കാരുണ്യത്താലാണ് നീ പുലർന്നത് എന്നും അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നത് എന്നും. കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നീ അറിയുകയാണെങ്കിൽ ഇപ്പോൾ നീ എക്സിസ്റ്റ് ചെയ്യുന്നതും നിൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, ഏതോ ഒരു കാരുണ്യത്തിൻ്റെ ബലത്താലാണെന്ന് നീ തിരിച്ചറിയും. ആ അറിവ് നമുക്ക് ഒരു ജ്ഞാനത്തെ നൽകും, നമ്മുടെ അന്ധത്വത്തെ മാറ്റി ഒരു അറിവ് നൽകും. ആ അറിവിൻ്റെ മുമ്പിൽ നമുക്ക് പിന്നെ ഇരുന്ന് കരയുകയല്ലാതെ നന്ദി പറയുകയല്ലാതെ ഇങ്ങനെ ഒരു ആരോഗ്യത്തോടെ ഇരിക്കാവുന്ന, സ്വസ്ഥതയോടെ ഇരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു തന്ന ആ തമ്പുരാനോട് നന്ദി പറയുകയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുക എന്ന് പറയുന്ന ഒന്നുണ്ടാവില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായി വരും എന്ന് പറയുന്ന ഒരു അവബോധത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഗുരുവിനെ പോലെയുള്ളവർ പ്രാർത്ഥന എഴുതി തരുമ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിൽ അറിവിനെ ജനിപ്പിക്കുക എന്ന് പറയുന്നത് അതാണ് ശരിക്കും ഈ വരിയിലുള്ളത്. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിൽ ഗുരു പറയുന്ന അതാണ്. അപ്പം അത് ഉള്ളതിൽ നന്ദിയുള്ളവരായിരിക്കുക, ഉള്ളതിൽ നന്ദിയോടെ കൃതജ്ഞതയോടെ ഇരിക്കുന്ന ഒരു ബോധത്തിൽ മാത്രമേ ദൈവം എന്ന് പറയുന്ന പ്രകാശം വന്ന് വീഴുകയുള്ളൂ. ഇല്ലാത്തതിനെ അർത്ഥിക്കുന്നവനിൽ എന്നും വിഷാദമായിരിക്കും സജീവമായിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് നമ്മളെ ഭക്തന്മാരെല്ലാം എപ്പോഴും വിഷാദികളായിട്ടിരിക്കുന്നത്. കാരണം അവർ ഉള്ളതിനെ കാണാതിരിക്കുകയും ഇല്ലാത്തതിനെ പ്രതി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആളുകൾ അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും ചർച്ചിൽ പോകുന്നതും ഒക്കെ കൂടുതലും തനിക്ക് ഇനി കിട്ടാത്തതിനെ തരണേ എന്ന് പറയാനായതുകൊണ്ടായിരിക്കണം അവിടെ പോകുന്ന ആളുകളൊക്കെ കൂടുതലും വിഷാദികളായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഉള്ളതിൽ സന്തോഷിക്കുന്നവൻ, ഉള്ളതിൽ കൃതജ്ഞതയുള്ളവൻ എപ്പോഴും സമാധാനവും സന്തോഷമുള്ള ആളുകളായിട്ടാണ് മാറുക. അപ്പോൾ പ്രാർത്ഥന ഒരു വിഷാദത്തിൽ അധിഷ്ഠിതമാവരുത്, അതൊരു സന്തോഷത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമാവണമെന്ന് ഗുരുക്കന്മാർക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന എപ്പോഴും നന്ദി പ്രകടിപ്പിക്കലായിട്ട് മാറുന്നത്.